പാണ്ടനാട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന വയോധികനെ രക്ഷാപ്രവർത്തകർ ബോട്ടിൽ രക്ഷപ്പെടുത്തുകയാണ്. നമ്മുടെ ശരണുണ്ട് അവിടെ. ശരൺ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ ചേട്ടൻ ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയില്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? വീട്ടിൽ ആ ചേട്ടൻ്റെ മറ്റാരും ഇല്ലേ? അരുൺകുമാർ, ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു. അത് 2 ദിവസമായിട്ട് അദ്ദേഹം ഇവിടെ തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിന് ഒപ്പം ഭാര്യ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ യോഹനാൻ ചേട്ടനാണ്. യോഹനാൻ 82 വയസ്സുണ്ട്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തി. അദ്ദേഹത്തിന് കാര്യമായി തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹത്തെ ഇപ്പോൾ എടുത്ത് ഇവിടേക്ക് ബോട്ടിലേക്ക് കയറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ പാണ്ടനാട് എന്നുള്ള സ്ഥലം അതാകെ തന്നെ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. നമ്മൾ ഏകദേശം ആ പാണ്ടനാട്ടിലെ ആ ഒരു പ്രോപ്പർ പോയിന്റിൽ നിന്ന് അവിടെ നിന്ന് 2-3 കിലോമീറ്റർ സഞ്ചരിച്ചാണ്, ഈ ബോട്ടിൽ സഞ്ചരിച്ചാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുറ്റും പാടത്താൽ മൂടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഈ പാടത്തിലൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് 2018 പ്രളയത്തിന് സമാനമായിട്ടൊരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു. ഇത്ര വലിയ തോതിൽ വെള്ളം ഇവിടെ ഉയർന്നിട്ടുമില്ല. എന്തായാലും ഇപ്പോൾ മറ്റിടങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ, അതായത് ഈ ചെങ്ങന്നൂരിൻ്റെ മറ്റ് ചില പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഈ പാണ്ടനാട് ഇങ്ങനെ തന്നെ വെള്ളം നിൽക്കുകയാണ്. അത് മാത്രമല്ല, ചിലയിടങ്ങളിലേക്ക് കുറച്ചുകൂടി വെള്ളം കയറുന്നതുകൊണ്ട് അതാണ് വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറിയിരുന്നില്ല. അവർ വീട്ടിൽ കുറച്ചുകൂടെ സാഹചര്യം നോക്കിയിട്ട് മാറാമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്ന് രാവിലെ വലിയ തോതിൽ തന്നെ വെള്ളം കുത്തിയൊലിച്ച് എത്തുകയും ഈ വീടുകൾ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കും. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കൃത്യമായി തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തെ ഇപ്പോൾ ക്യാമ്പിലേക്കാണ്. ചേട്ടാ, എവിടേക്കാണ്? നമ്മുടെ പാണ്ടനാട് JB സ്കൂളിൻ്റെ അവിടെ. ഉണ്ടോ ഇങ്ങനെ ആരോഗ്യ പിന്നെ അവരെയൊക്കെ കൂടുതലായിട്ടും ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും വെള്ളത്തിൻ്റെ കിടപ്പനുസരിച്ചാണ് ആളുകൾക്ക് ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പം ഇന്ന് ഡാം ഇന്നലെ തുറന്നു വിട്ടായിരുന്നല്ലോ, അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇത്രയും വെള്ളം ഉയരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് എപ്പോഴാണ് വിവരം കിട്ടുന്നത്? ഞാൻ ബന്ധപ്പെട്ടിരുന്നു. വെള്ളം വന്നപ്പം തന്നെ അന്ന് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ വെള്ളം ഇത്രയും വരുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ടാണ് വീട് തെറ്റിച്ചുകൊണ്ട് പോയിരുന്നു. അതെ, അത് തന്നെ. അതുകൊണ്ടാണ് ഇന്ന് തീർച്ചയായിട്ടും ഇന്നലെ വിളിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു, അമ്മാമ്മയായിട്ട് സംസാരിച്ചായിരുന്നു. സമീപകാലത്തൊന്നും ഇങ്ങനെ വെള്ളം ഉയർന്നിട്ടില്ല. അതാണ് ഇവിടുത്തെ പാണ്ടനാടിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ മുഴുവൻ വാർഡുകളും വെള്ളത്തിൽ മുങ്ങിപ്പോയൊരു സാഹചര്യമാണ്. നിരവധി വീടുകളിലാണ് ഇപ്പോൾ യോഹനാനെയും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്, അതായത് ഇവർ 2 പേര് മാത്രമാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഇവിടെ മക്കൾ പുറത്താണ്, വിദേശത്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2 പേരെയും സുരക്ഷിതമായി തന്നെ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ശരണാണ് വിവരം നൽകിയത്. ശരണ, ഇപ്പോൾ അവർ 2 പേരും അല്ലേ, 82 വയസ്സുണ്ട് ചേട്ടന്. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. വീടിന് ചുറ്റും വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് 1.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇനി ഈ ബോട്ടിനകത്ത് ഈ ചേട്ടനെ കൊണ്ടുപോകണം. അവിടെ എത്തി ക്യാമ്പിൽ എത്തിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടി ആ ചേട്ടൻ ഉറപ്പാക്കി കൊടുക്കണം. എന്തായാലും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പാണ്ടനാട്ടാണെങ്കിൽ മഴയാണെങ്കിൽ അങ്ങോട്ട് മാറുന്നില്ല. ഇടയ്ക്ക് മഴയൊന്ന് മാറി നിൽക്കും. ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്നു. ചാറ്റൽ മഴയാണ് പെയ്യുന്നത്. ശരണുണ്ട് അവിടെ. ശരൺ, വീണ്ടും അവിടെ മഴ പെയ്തു തുടങ്ങിയോ? അരുൺകുമാർ, ഇവിടുത്തെ തുടർച്ചയായി മഴ പെയ്യുന്നില്ല, പക്ഷേ ഇടവിട്ട് നല്ല മഴ, അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി തന്നെ കണ്ടിരുന്നതാണ്. ആ സമയത്ത് നല്ല മഴയായിരുന്നു. അതിനുശേഷം ആ മഴയ്ക്ക് ശമനം ഉണ്ടായതാണ്. പിന്നീട് ഇപ്പോൾ വീണ്ടും പലയിടങ്ങളിലായിട്ട് മഴ കനക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പാണ്ടനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സമാനമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ കൂടുതൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമം കൂടിയാണ് നടക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ, ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവർ 2 പേർ മാത്രമല്ല, മറ്റു ഇടങ്ങളിലും സമാനമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമ്പുകളിലേക്ക് മാറാത്ത ആളുകളുണ്ട്. അവരെ കൂടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടക്കുന്നത്. കാരണം വീണ്ടും മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വലിയ പ്രതിസന്ധി ഉള്ളത്. പ്രത്യേകിച്ച് ഈ ഡാമൊക്കെ തന്നെ തുറന്നു വിട്ടിരിക്കുന്നു. മൂഴിയാർ ഡാം അടക്കം തുറന്ന സാഹചര്യമുണ്ട്. കൂടുതൽ വെള്ളം കയറുന്ന ഈ പമ്പയാർ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം അതുകൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. ഓക്കെ, പാണ്ടനാട് ഒരു ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഒരു വൈദികനെ, ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ വൈഫും അദ്ദേഹവും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ 2 പേരെയും ഇപ്പോൾ ക്യാമ്പിലേക്ക് നീക്കുകയാണ്. 82 വയസ്സുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നുണ്ട്. പാണ്ടനാട് നിന്നുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ വെള്ളം മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇനി ഏകദേശം 1.5 കിലോമീറ്റർ ഈ വള്ളത്തിൽ പോയാൽ മാത്രമേ പാണ്ടനാടുള്ള ക്യാമ്പിലേക്ക് എത്തത്തുള്ളൂ. നല്ല മഴയും ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴച്ചാറ്റിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 19 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേ നോക്കൂ,
അമ്മാവൻ ഇരിക്കുന്നുണ്ടല്ലേ. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും. ഈ ക്യാമ്പിലൊക്കെ പോയി കഴിയുമ്പോഴുള്ള ആശങ്കയും അത് തന്നെയാണ്. അതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്ടർമാരോ നഴ്സുമാരോ ഒക്കെ എത്തി അവിടെ പരിശോധിക്കുകയും ചെയ്യും.